വഖഫ് ഭേദഗതി ദുരുദ്ദേശപരമാണെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം.കെ. സക്കീർ സമന്വയം പൊന്നാനി സംഘടിപ്പിച്ച വഖഫ് നിയമ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് ഭേദഗതി ദുരുദ്ദേശപരമാണെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം.കെ. സക്കീർ പറഞ്ഞു. സമന്വയം പൊന്നാനി സംഘടിപ്പിച്ച വഖഫ് നിയമ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് സ്ഥാപനങ്ങളെ എങ്ങനെ ശക്തിപ്പെടുത്തണമെന്നായിരുന്നു മുൻകാല ഭേദഗതികളൊക്കെയും. എന്നാൽ ഇപ്പോൾ വഖഫ് സ്വത്തിനെ ഭീകരമായി ചിത്രീകരിച്ചാണ് ഭേദഗതിക്ക് ശ്രമിക്കുന്നത്. വഖഫ് സ്വത്തിന്റെ കാര്യത്തിൽ തെറ്റായ കണക്കാണ് പ്രചരിപ്പിക്കുന്നത്. ഇതിലൂടെ വിഭാഗീയതയും അകൽച്ചയും സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഇക്കാര്യത്തിൽ കൃത്യമായ വിവരം പൊതുസമൂഹത്തിനുണ്ടാകണം. തെറ്റായ പ്രചാരണങ്ങൾക്ക് മറുപടി പറയാനുള്ള അറിവ് സമൂഹം ആർജിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ രാജ്യത്തുള്ള വഖഫ് വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുന്നതും അത് നിലനിൽക്കുന്നതും യാതൊരു വിധ്വംസ പ്രവർത്തികൾക്കും വേണ്ടിയിട്ടല്ല. ഇന്ത്യ രാജ്യത്തിന്റെ നിയമം മനസ്സിലാക്കിക്കൊണ്ട് നിയമാനുസൃതം തന്നെ പ്രവർത്തിക്കുന്നതാണ് ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ. ഇത് ഇന്ത്യൻ ഭരണഘടന നമ്മൾ അനുശാസിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഇതിന്റെ ആക്ട് വന്നിട്ടുള്ളത്. എന്നല്ലാതെ ഒരു പ്രത്യേക മതവിഭാഗം കൂടിയിരുന്നുകൊണ്ട് നിർമ്മിക്കുന്നതല്ല മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ നിയമം. മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ നിയമം ഒരു മതത്തിന്റെ ഗുണഭോക്താക്കൾ ചേർന്നിരുന്നുള്ള സഭകളല്ല നിർമ്മിക്കപ്പെടുന്നത്. അത് ദേവസ്വം ബോർഡിന്റെ ബില്ലായാലും ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ചർച്ച് കൗൺസിലിന്റെ ബില്ലായാലും 1954 വന്ന വഖഫ് ആക്ടിന്റെ ബില്ലാണെങ്കിലും ഇന്ത്യൻ പാർലമെന്റിലും അതാത് സംസ്ഥാന നിയമസഭകളുടെ ഫ്ലോറുകളിൽ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് ജാതി ഭേദമന്യേ കൃത്യമായ ഒരു ഭരണഘടനാ ചർച്ച നടത്തിക്കൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വ്യവസ്ഥ ചെയ്യുന്നത്. കെ.എം. മുഹമ്മദ് കാസിം കോയ അധ്യക്ഷത വഹിച്ചു. വഖഫ് ബോർഡ് മെമ്പർ പ്രൊഫസർ കെ.എം. റഹീം മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൽ മജീദ് ഫൈസി, സി.എം. അഷ്റഫ് മൗലവി, ഷാവുൽ ഹമീദ് മുസ്ലിയാർ, അബ്ദുറഹ്മാൻ ഫാറൂഖി, പി.വി. അബ്ദുൽ ലത്തീഫ്, സി.വി. അബ്ദുള്ളക്കുട്ടി, പി. അബ്ദുൽ സലാം, കെ.പി. കുഞ്ഞുമൂസ, കെ.കെ. മുഹമ്മദ് ഇക്ബാൽ, വി.എം. ബഷീർ, കുഞ്ഞു മുഹമ്മദ് കടവനാട്, ജാവ അഷ്റഫ്, കമാലുദ്ദീൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഇഫ്താർ സംഗമവും നടന്നു. PGT ന്യൂസ് പൊന്നാനി. Sky Gold, elegance of beauty, near AV School, Kuttikad, Ponnani. Also at Perindalmanna and Nilambur.